5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. 1925 മാർച്ച് മാസം 12 ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി കേരളത്തിൽ വരികയും ശ്രീനാരായണ ഗുരുദേവനെ കാണുകയും ചെയ്തിട്ടുള്ള ദിവസമാണ്. എന്താണ് അങ്ങനെ ചരിത്രപരമായ ഒരു പ്രാധാന്യമെന്ന് ചോദിച്ചാൽ, മഹാത്മജി എന്ന ഭാരതത്തിലാകെ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തി ലക്ഷക്കണക്കിന് അനുയായികളും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന നേതാവുമാണ്. പക്ഷെ അങ്ങനെയുള്ള ഗാന്ധിജിക്ക് ഒരുപാട് ജീവിതത്തെക്കുറിച്ചുള്ള ഒരുപാട് കാഴ്ചപ്പാടുകളുമുണ്ട്. പക്ഷേ ഗാന്ധിജിയെപ്പോലുള്ള മഹാന്മാരുടെ ഒരു പ്രത്യേകത, ഇന്നത്തെ യുക്തിവാദികളും നമ്മുടെ ശാസ്ത്രപ്രചാരകരും ഇന്നത്തെ എല്ലാ മനുഷ്യരും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരും തിരിച്ചറിഞ്ഞിരിക്കേണ്ട കാര്യം, അത്രമാത്രം വിവിധ വിഷയങ്ങളെക്കുറിച്ച് വിവരവും വിജ്ഞാനവും ഒക്കെ ഉള്ള ഗാന്ധിജി തീർച്ചയായും മറ്റൊരാളിൽ നിന്ന് അതിനേക്കാൾ കൂടുതൽ വിവരവും അല്ലെങ്കിൽ എന്തെങ്കിലും അറിവ് നേടിയാൽ, ജ്ഞാനം നേടിയാൽ അതിലേക്ക് മാറും. എപ്പോഴും ഗാന്ധിജി പറയാറുണ്ട്, ഇന്നലത്തെ ഞാനല്ല ഇന്നലത്തെ എൻ്റെ അഭിപ്രായത്തെക്കാൾ വ്യത്യസ്തമായി ഇന്നെനിക്ക് അഭിപ്രായം വന്നാൽ അതാണ് ഞാൻ എന്ന് പറയാറുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഗാന്ധിജിയെ തിരുത്തിയെന്ന് പറയുന്നില്ല, എന്നാലും ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകളെ മാറ്റി തീർത്തത് ഗുരുദേവനാണ്. അവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ശിവഗിരിയിൽ വെച്ച് നടക്കുന്നത് സംവാദമാണ്. എപ്പോഴും ഗുരുദേവനുമായി ശിഷ്യന്മാരായാലും ഇതുപോലുള്ള മഹാത്മാക്കളായാലും ആര് വന്നാലും സംവാദങ്ങൾ നടക്കാറുണ്ട്. വളരെ മനോഹരമായ സംവാദമാണ് നടന്നത്. ആത്മാവിനെ അന്വേഷിക്കുകയാണ് വേണ്ടതെന്ന് ഗാന്ധിജി പറയുമ്പോൾ, ആത്മാവ് ഉണ്ടല്ലോ, അതിനെ അനുസന്ധാനം ചെയ്താൽ മതി, ഇനി അന്വേഷിക്കുകയൊന്നും വേണ്ട എന്ന് ഗുരുദേവൻ അങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പോൾ അയ്യോ അത് തന്നെയാണ്, അപ്പോൾ ഗുരുദേവൻ പറഞ്ഞതാണ് ശരി എന്ന് പറയുകയും അന്ന് വരെ ഉണ്ടായിരുന്ന ആത്മാവിനെ കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് 100% മാറുകയും ചെയ്തു. അതുപോലെ തന്നെ ചാതുർവർണ്ണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വേളയിൽ ഇലകൾ പോലും വിവിധ തരങ്ങളിലുണ്ടല്ലോ, അല്ലെങ്കിൽ വിവിധ വലിപ്പത്തിലുണ്ടല്ലോ എന്ന് ഗാന്ധിജി പറയുമ്പോൾ, ഏത് വലിപ്പത്തിലുണ്ടെങ്കിലും ഏത് തരത്തിലുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും രുചി ഒന്ന് തന്നെയല്ലേ എന്നുള്ള ഒരു ചോദ്യം തിരിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ വിഷയത്തെക്കുറിച്ചും കൃത്യമായി ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകളെ തിരുത്തുന്നതിനും അതുപോലെ സനാതന ധർമ്മത്തിൻ്റെ ഓരോ രീതികളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുമൊക്കെ അവരുടെ സംവാദം വലിയ രീതിയിലാണ് മാറ്റമുണ്ടാക്കിയത്. അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് എന്താണ് ഇനി നാട്ടുകാർക്ക് വേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടത്, അനുയായികൾക്ക് വേണ്ടത് ചോദിക്കുമ്പോൾ ഗുരുദേവൻ പറയുന്നുണ്ട്, വിദ്യാഭ്യാസവും തൊഴിലുമാണ് വേണ്ടത്. തീർച്ചയായും ഗാന്ധിജിയുടെ എല്ലാ കാഴ്ചപ്പാടുകളെയും മാറ്റിമറിക്കുന്ന ഒരു വിഷയമായിരുന്നു. ഇതുപോലെ ധാരാളം നിരവധി ചരിത്രത്തിൽ ഒരുപാട് കൂടിക്കാഴ്ചകളുണ്ട്. അത് നമ്മൾ കൃത്യമായി കേരളത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതുപോലുള്ള ധാരാളം ആത്മീയ നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും നാടാണ്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പ്രൊഫസർ മനോമണി സുന്ദരംപിള്ളയെ കാണുന്നതിന് വേണ്ടി തന്നെ തിരുവനന്തപുരത്ത് വരികയും തിരുവനന്തപുരം പേരൂർക്കടയിലെ അടുപ്പൂട്ടം പാറയിൽ ഇരിക്കുകയൊക്കെ ചെയ്ത ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ ഇത് വളരെ അതിനുവേണ്ടി കൽക്കട്ടയിൽ നിന്ന് മനോമണി സുന്ദരംപിള്ളയുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി മാത്രം കൽക്കട്ടയിൽ നിന്ന് വന്ന കാര്യങ്ങളുമുണ്ട്. അപ്പോൾ കേരളം എന്നും ജ്ഞാനമണ്ഡലത്തിൻ്റെ ഒരു പ്രദേശമായിരുന്നു, ആത്മീയ ഉറവിടമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും 1925 മാർച്ച് 12 ആ സന്ദർശനം എന്ന് പറയുന്നത് ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ടാവുകയും അത് ഗാന്ധിജിയുടെ എല്ലാ പദ്ധതികളെയും ചിന്താധാരകളെയും കാഴ്ചപ്പാടുകളെയും മാറ്റിമറിക്കുകയും ചെയ്ത ഒന്നാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ വളരെ ലളിതമായി കാര്യങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ചെറിയ ഉദാഹരണങ്ങളിലൂടെ വലിയ സംവാദങ്ങൾ തീർക്കുന്ന ഗുരുദേവൻ്റെ സംവാദ രീതിയും അല്ലെങ്കിൽ സംവേദന പ്രക്രിയയും പുതിയ തലമുറ പഠിക്കേണ്ടതുണ്ട്. ആരോടും ശത്രുതയില്ല, തർക്കമില്ല, വഴക്കില്ല, വാദമില്ല, മറുവാദമില്ല, തർക്കമില്ല, തർക്കിക്കാനും ജയിക്കാനുമല്ല. അതേസമയം തനിക്ക് പറയുവാനുള്ളത് താൻ മനസ്സിലാക്കിയത് അത് സനാതന ധർമ്മത്തിൻ്റെയും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ഋഷീശ്വരന്മാരുടെയും കാഴ്ചപ്പാടുകളും അവർ കൊണ്ടുവന്നിട്ടുള്ള എല്ലാവിധ സിദ്ധാന്തങ്ങളും ഉൾക്കരുത്താക്കിക്കൊണ്ട് വളരെ ലളിതമായ ഭാഷയിൽ ഗുരുദേവൻ നമ്മോട് സംസാരിക്കുന്നു, മാനവരാശിയോട് സംസാരിക്കുന്നു. ഗാന്ധിജിയോടും അത് തന്നെയാണ് പറഞ്ഞത്. ആ തരത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചകളും സംവാദങ്ങളുമാണ് ഇന്നും നടക്കേണ്ടത്. നിർഭാഗ്യവശാൽ അങ്ങനെ ഒന്നും നടക്കുന്നില്ല. ആരെങ്കിലും പുനർജന്മമുണ്ടെന്ന് പറഞ്ഞാൽ, ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശാസ്ത്രം പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വന്നാൽ അതിനെല്ലാം നമ്മൾക്ക് കിട്ടിയിട്ടുള്ള കേവല അറിവുകൾ വെച്ച് നാം എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാതെ കൃത്യമായി നമ്മൾ അതിൽ തന്നെ നിന്നുകൊണ്ട് തർക്കിക്കുകയും വഴക്കുണ്ടാക്കുകയും നമ്മൾ കൂടെ സംവാദം നടത്തുന്നവരെ വ്യക്തിപരമായ തേജോവധം ചെയ്യുകയും ചെയ്യുന്ന പുതിയ കാലഘട്ടത്തിലാണ് നാം താമസിക്കുന്നത്. മറ്റൊരാളിൻ്റെ കുടുംബ ബന്ധങ്ങളെയും വ്യക്തിപരമായ തേജോവധം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും ഈ സംവാദം ഒരുപാട് തലങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. എങ്ങനെയാണ് അറിവുള്ള 2 പേർ തമ്മിൽ കാണുമ്പോൾ അവരുടെ അറിവുകൾ തമ്മിൽ കൂട്ടിമുട്ടി വഴക്കുണ്ടാക്കുകയല്ല ചെയ്യുന്നത്. വളരെ കൃത്യമായി ഒരാൾ പറയുന്നത് അത് ശരിയാണെങ്കിൽ അതേപടി മറ്റൊരാൾ അനുസരിക്കുകയും അത് അനുസന്ധാനം ചെയ്യുകയും ചെയ്യുന്നത് വളരെ വലിയ മാതൃകയാണ്. 12-ാം തീയതി കണ്ടതിന് ശേഷം 13-ാം തീയതിയും ഗാന്ധിജി തലേ ദിവസത്തെ ചർച്ചകളെക്കുറിച്ച്, സംവാദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഗുരുദേവനിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഇന്നു മുതൽ എൻ്റെ ചിന്താഗതി മാറുന്നതായിരിക്കും. ആ തരത്തിൽ മാനവരാശിയുടെ ചിന്താഗതി എന്നും മാറിയിട്ടുള്ളത് നിങ്ങൾ നോക്കൂ. ചരിത്രത്തിലാകെ അരിസ്റ്റോട്ടിലായാലും പ്ലേറ്റോ ആയാലും സോക്രട്ടീസ് ആയാലും ചരിത്രം മുഴുവൻ
സംവാദങ്ങളുടേതാണ്, യാതൊരു വിവാദങ്ങളുടേതുമല്ല. ആ സംവാദങ്ങളുടെ വേദിയാണ് നമുക്കിനി ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനുള്ള ഒരിടമായി, അതിൻ്റെ കാഴ്ചപ്പാടായി 1925 ഈ സന്ദേശം, ഈ സംവാദം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം 100 വർഷത്തിൻ്റെ ആഘോഷം നടക്കുന്നു. ഇപ്പോൾ വിവിധ പത്രങ്ങൾ അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു, ചാനലുകൾ നടക്കുന്നു, ധാരാളമായി ശിവഗിരി മഠത്തിൽ അതിൻ്റെ ആഘോഷം നടക്കുന്നു, എല്ലായിടത്തും നടക്കുന്നു. അപ്പോഴെല്ലാവരും പഠിക്കേണ്ടത് ഗുരുദേവൻ എന്ത് പറഞ്ഞു അല്ലെങ്കിൽ ഗാന്ധിജി എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, അതിനപ്പുറം ആ പറയുന്ന രീതിയും സംവാദം നടത്തുന്ന മാർഗവും അതിനെ പരസ്പരം കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു തലമുണ്ടല്ലോ, ആ തലം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാനവരാശി തേടുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തുവാൻ കഴിയും. അങ്ങനെയാണ് നാം കൂടുതൽ പരിഷ്കരിച്ച് സംസ്കരിച്ച് മനുഷ്യനിൽ നിന്നും, കേവല മനുഷ്യനിൽ നിന്നും മാനവനായി മാറുന്നത്.